ഞങ്ങൾ തൊട്ട് നോക്കി, ഒരു അനക്കമില്ല, ശ്വാസമൊന്നുമില്ല. ആകെ ടെൻഷനായിപ്പോയി. കാരണം എൻ്റെ ഫസ്റ്റ് കേസാണെന്ന് ആലോചിക്കണം. ഞാൻ BDS കഴിഞ്ഞ ഉടനെ ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ എന്നൊരു ക്ലിനിക്കിലാണ്. ഒരു പ്രായമുള്ളൊരു ചേട്ടത്തിയാണ്, അവിടുത്തെ ഒരു ചേട്ടത്തിയാണ് അവിടുത്തെ മെയിൻ അസിസ്റ്റൻറ്റ്. നമ്മൾ ഹെഡ് നഴ്സുമാരെ പോലെ ഒരാളുണ്ടാവില്ല, അന്നമ്മ ചേട്ടത്തി എന്ന് പറയും. അപ്പോൾ എന്നെ കണ്ടത് അവർക്ക് അത്ര പിടിച്ചില്ല അവർക്ക്. കാരണം ഞാൻ ചെറിയ പയ്യനായിരുന്നു, 10-25 വർഷം മുമ്പുള്ള കഥയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ സാറേ എന്നൊരു വിളി കേട്ടു. നോക്കുമ്പോൾ അന്നമ്മ ചേട്ടത്തിയെ പോയി നോക്കുമ്പോൾ ഒരു കാർന്നവർ നോക്കി ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ വരുന്നത്. അയാൾ വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു 2-3 ആടുന്ന പല്ല് പറഞ്ഞു നിൽക്കുക. അതൊന്ന് ആടുന്ന പല്ല്, അതിൽ റിസ്ക് ഒന്നും ഇല്ലെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാന്ന് കയറി കിടന്നോളാൻ പറഞ്ഞു. ഞാൻ പല്ലെടുക്കാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ എടുത്തൊരു കുത്തു കൊടുക്കലും പിന്നെ ഇയാളുടെ ബോധം പോയി. ഇയാൾ കണ്ണടച്ച് താഴെ കിടക്കും. ഞങ്ങൾ പിന്നെ ഇയാൾ അനങ്ങുന്നില്ല. ചേട്ടാ വിളിച്ചു നോക്കി, കാരണം അവരെ കുറേ വിളിച്ച് കുലുക്കി, ഒന്നും രക്ഷയില്ല. ഞങ്ങൾ തൊട്ട് നോക്കി, ഒരു അനക്കമില്ല, ശ്വാസമൊന്നുമില്ല. ആകെ ടെൻഷനായിപ്പോയി. കാരണം എൻ്റെ ഫസ്റ്റ് കേസാണെന്ന് ആലോചിക്കണം. അപ്പോഴാണ് കുറേ നെഞ്ചിലൊക്കെ അയാൾ CPR കൊടുക്കാൻ തുടങ്ങി. കുറേ നോക്കി, കുറേ കുലുക്കി വിളിച്ച് രക്ഷയില്ല. അപ്പോൾ ഞാൻ അന്നവച്ചേട്ടത്തിന് പറഞ്ഞു കാറ്റ് പോയെന്ന് തോന്നുന്നു, അപ്പോൾ ഒരു അനക്കമില്ല, എന്താ ചെയ്യുക, കൂടെയാണ് ആരും വന്നിട്ടും ഇല്ലയെന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ വിഷമിച്ച് നിൽക്കുക. അപ്പോൾ ഉണ്ട് സാറേ എന്നൊരു വിളി. ഞങ്ങൾ ചുറ്റും നോക്കി, ഇത് ആരാണ് ഇത് വിളിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ നോക്കി കളിച്ചിരിക്കുക കാരണവർ. അപ്പോൾ പറഞ്ഞു സാറ് എനിക്ക് സ്ഥിരം ഉള്ളതാണ്, എനിക്ക് ഇഞ്ചക്ഷൻ വെച്ച് എനിക്ക് ബോധം പോകും, പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയുള്ളൂ. ഇത് ഈ നാട്ടിലുള്ള എല്ലാ ക്ലിനിക്കിലും അറിയാം, അതുകൊണ്ട് ആരും എൻ്റെ പല്ല് എടുക്കത്തില്ല. ഇത് പിന്നെ പുതിയ ക്ലിനിക്കാണല്ലോ, സാറാണ് പുതിയ ആളും, ഇവിടെ ആർക്കും എന്നെക്കുറിച്ച് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മെല്ലെ ഇവിടെ വന്നു. എങ്ങനെയാണ് എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞു. ഇത് പുള്ളിക്കുള്ള ഐഡിയ ആയിരിക്കാം, പക്ഷെ ഞാൻ എൻ്റെ പ്രാണം പോയി. സത്യം പറഞ്ഞാൽ ഭയങ്കര വിറച്ചു പോയി. പക്ഷെ അന്ന് ഭയങ്കര എനിക്കൊരു ടെൻഷനാണെങ്കിലും പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്കിത് വലിയൊരു രസകരമായ ഇൻസിഡൻ്റ് ആയി തോന്നി. എൻ്റെ 2015 ഞാൻ എഴുതിയ അനുഭവക്കുറിപ്പുകൾ ഡോക്ടറെ സംശയം എന്ന് പറഞ്ഞാൽ DC ബുക്സ് പുറത്തിറക്കിയ ബുക്കിൽ ഈ കഥയെക്കുറിച്ച് പൂർണ്ണരൂപമുണ്ട്. ഈ കഥയുടെ ഇഞ്ചക്ഷൻ പുലിവാലെന്നാണ് ആ കഥയുടെ പേര്.